ചാനൽ വയോബ് ശില്പ ബ്ലോഗ് എന്നായിപ്പോൾ രണ്ടും ഒന്നാണ്. ഇവിടെ ഭയങ്കര മഴയാണ്, എല്ലായിടത്തും മഴയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് ഞാനിന്ന് എടുക്കാൻ പോണത്. വേറെ ആരുടെ അല്ല, മീനുവിൻ്റെയാണ്, അതായത് എൻ്റെ അനിയത്തിയുടെ. അവൾക്ക് ഇന്ന് 18 വയസ്സ്, അതായത് October 24 ഉള്ള ബർത്ത്ഡേ ആണ്. 18 വയസ്സായി. 18 വയസ്സായെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് 17 വയസ്സായിട്ടേ ഉള്ളൂ. ഇനി ഒരു വർഷം കൂടെ ഉണ്ടല്ലോ 18 ആവാൻ. പക്ഷെ അമ്മ വിളിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് അല്ല, അവൾക്ക് 18 ആണ് എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മീനുവിനെ പ്രസവിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാനന്ന് 2ാം ക്ലാസ്സിലെന്തോ പഠിക്കുക. അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ അമ്മ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടവൽ, ഒരു കുഞ്ഞൊരു സാധനം ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവന്ന്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഈ വിരൽ വെച്ച് ഞാനിങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും അവളാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത്, ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കില്ലേ, അതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച മൊമെൻ്റാണ് എനിക്ക് ഇപ്പോഴും. എന്നുവെച്ചാൽ അത്ര ഞങ്ങൾ തമ്മിൽ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പെട്ടെന്ന് 18 വയസ്സായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ അത് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണറിയാതെ ഇങ്ങനെ നിറഞ്ഞു. കാര്യം അവൾ ഇത്രയും വളർന്നു എന്ന് എനിക്ക് ഒട്ടും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എന്താ, എല്ലാ അനിയത്തിമാരെയും ചേട്ടത്തിമാരെയും പോലെ ഞങ്ങളും അടികൂടാറുണ്ട്. അടികൂടൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു എപ്പോഴൊരു സിസ്റ്റർ ബോണ്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പല ആൾക്കാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ എന്താ വിമൻസ് അവരുടെ അമ്മയാകുമ്പോഴാണ് അവർക്കൊരു കൂടുതൽ അവരുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു അമ്മയായപ്പോൾ ഉള്ള ഒരു മൊമെൻ്റ് ആയിരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ചേച്ചിമാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരൊറ്റ വാക്കേ പറയൂ, അവർക്ക് അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവർ ആ ഒരു മൊമെൻ്റ് ആയിരിക്കും അവർക്ക് ഏറ്റവും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അത് മാത്രമേ കാണത്തുള്ളൂ. എനിക്കും അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ 18 വയസ്സ് നമ്മൾ കൊച്ചു സെലിബ്രേഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉള്ളു. അവളുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു 2, 3, 4, 5 വർഷമായിട്ട് അവളുടെ ബർത്ത്ഡേ അങ്ങോട്ട് മര്യാദയ്ക്കൊരു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ഒന്നെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ വയ്യാണ്ട് ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിക്കും ആ സമയമാകുമ്പോൾ. അതൊരു അച്ചട്ടൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു. ഒന്നും അവളുടെ ബർത്ത്ഡേക്ക് മാത്രമൊന്നുമില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞ ഒരു പ്ലാനും ഒന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ അതിന് ആ ഒഴുക്കിനനുസരിച്ച് പോട്ടെ എന്ന് പറഞ്ഞ് അപ്പം നമ്മളങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും വരും. ഗിഫ്റ്റൊക്കെ ഞാൻ മേടിക്കുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് നേരത്തെ കൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഹോട്ട് വീൽസ് മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിപ്പം ലുലുമാളിൽ പോയപ്പോൾ ഹോട്ട് വീൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ, ഞാനും നീരജേട്ടനും കൂടെ ബർത്ത്ഡേക്ക് പോകുന്നു. ഒന്ന് നോക്ക് നീരജേട്ടാ, ഡ്രൈവ് ചെയ്യുമ്പം നോക്കാൻ പാടില്ല. ഗൈസ്, ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് അല്ലെങ്കിൽ കേട്ടോ, ഞാൻ പിന്നെ പറയാം. എന്തിനാ പറയുന്നേ, എല്ലാം കൂടെ ഇപ്പം പറയുന്നത് എന്തിനാ. അപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് കേക്ക് മതി. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. ബർത്ത്ഡേ ഒക്കെ ഒന്നും പറയാനില്ല. 18 വയസ്സ് പ്രായപൂർത്തിയായി. ഇതെല്ലാം മീനു മേടിച്ച ട്രോഫിയാണ്. എല്ലാം സ്പോർട്സിന് മേടിച്ച ട്രോഫിയാണ്. സ്പോർട്സ് അത്ലറ്റ് ആണ്.
കായിക കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നതാണ്. എൻ്റെ ഇല്ലേ അതിൽ എല്ലാം എൻ്റെത് ഒരെണ്ണം ഉണ്ട്, എൻ്റെ ബാക്കിലങ്ങണ്ട് ഉണ്ട്, എൻ്റെ അതങ്ങ് എവിടെയോ ഇരിപ്പുണ്ട്. പിന്നെ ഇതെൻ്റെയാ, അത് എൻ്റെ ട്രോഫി. ബ്ലാക്ക് ചെയ്തോ ബ്ലാക്ക് ഞാൻ പറ എന്തൊക്കെയുണ്ട് വിശേഷം? ആര് കേക്ക് കുറിക്കാൻ നിക്കുന്നു? ബർത്ത്ഡേ Happy birthday to you. Happy birthday to you. Happy birthday to you. Now 3 cheers. Here we go. Hip hip hooray! Hip hip hooray! കൊള്ളാമോ കേക്ക്? ഓക്കെ, ഇങ്ങനെ അടിക്കാം. ആ കേക്കിന് നല്ല സുഖമില്ല. എൻ്റെ കൊച്ചിനും കൊടുത്തേ അന്നേരെ വാരം തുടങ്ങാൻ പറ്റുകയോ? ടർത്താക്ക് അവളാ Hot Wheels. ആർക്കാ? ആരാ മേടിച്ച? അങ്ങോട്ട് സമാധാനമായല്ലേ? ബാഗ് ഞാൻ കൊച്ചിന്ന് മേടിച്ചതാ. നമ്മൾ ചട്നി മാമിയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ചട്നി മാമിയുടെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് എത്തിയില്ല. കിളിമാനൂരാണ് ചട്നിമാമയുടെ ലൊക്കേഷൻ വരുന്നത്. കിളിമാനൂർ ആ ഏരിയയിൽ വന്നിട്ടുള്ളവർക്കറിയാം. നേരത്തെ ഉണ്ടായിരുന്ന വഴിയോരക്കട എന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്. പക്ഷെ അത് കംപ്ലീറ്റ് വെജാണ്. വെജിറ്റേറിയൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ എന്നാലും പല ടൈപ്പ് വെറൈറ്റി വെജിറ്റേറിയൻ ഉണ്ട്. നമ്മൾ ഇരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ നെക്സ്റ്റ് ടേബിളിൽ തൊട്ടടുത്ത ടേബിളിലേക്ക് വൈറലായിട്ടുള്ള ബാഹുബലി ദോശ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബഹളവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ബ്രെഡ് നാനും മഷ്റൂം മസാലയും. ഞാൻ മസാല ദോശ. മസാല ദോശ കഴിക്കുന്ന അച്ഛനും അമ്മയും.
ഫുഡ് മാത്രമല്ല, നല്ല വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് മാത്രമല്ല, ഇതിൻ്റെ പുറത്തെ ആംബിയൻസും നല്ല അടിപൊളിയാണ്. ഇവർക്ക് ഇതിനോട് ചേർന്ന് ഒരു ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലോറും ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഇതിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. നടുക്കൊരു അകത്തളം പോലെ സെറ്റ് ചെയ്തിട്ട് കുളവും അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്നിട്ട് സംസാരിക്കാനോ ഒക്കെ ആയിട്ടുള്ള സ്പേസും ഗെയിംസൊക്കെ കളിക്കാനുള്ളൊരു സ്പേസൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞൊരു ബർത്ത്ഡേ വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.